ഹായ് ഫ്രണ്ട്സ്, അജിന്ത്യ പ്രസ ഫാമിലി വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വൈകിട്ട് ഞാൻ തുണികളെല്ലാം രാവിലെ കഴുകിയിട്ട് തുണികളെല്ലാം മടക്കി വെക്കുകയാണ് കേട്ടോ. പുതപ്പുകള്, ബെഡ്ഷീറ്റ്സ് എല്ലാം കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതെല്ലാം അങ്ങനെ ഓരോന്നോരോന്നായിട്ട് എടുത്ത് മടക്കി ഒതുക്കി എടുത്തു വെക്കുകയാണ്. അപ്പൊ ഇനി നെക്സ്റ്റ് 2 ദിവസം കൂടി കഴിയുമ്പോൾ വീണ്ടും നമ്മൾ ബെഡ്ഷീറ്റ് വീണ്ടും കഴുകും. അപ്പൊ അതിങ്ങനെ മാറി മാറി നമ്മളിങ്ങനെ വേനൽക്കാലമായതുകൊണ്ടേ എപ്പോഴെപ്പോഴും ബെഡ്ഷീറ്റ് ഏകദേശം എല്ലാ ദിവസവും ബെഡ്ഷീറ്റ് മാറ്റുന്നതാണ് നമുക്ക് ഏറ്റവും നല്ലത്. അതേപോലെയാണ് അത് വിയർക്കുന്നതൊക്കെ നമ്മള്. അപ്പൊ നമുക്ക് ഇടയ്ക്ക് വേനൽ മഴയൊക്കെ കിട്ടുന്ന കാരണം ചെറിയൊരു കുളിർമയുണ്ട്. നമുക്ക് വലിയ ചൂട് അങ്ങോട്ട് അനുഭവപ്പെട്ടില്ലെങ്കിലും രാവിലെ പക്ഷെ നല്ല ചൂടുണ്ട് കേട്ടോ. രാവിലെ എനിക്ക് അത്ര വലിയ ചൂടിൻ്റെ അന്നത്തെ ഒരു പെട്ടെന്നുണ്ടായിരുന്ന ഒരു വലിയ ചൂടിന്ന് ഒത്തിരി കുറവുണ്ടായിന്ന് മാത്രം. ഞാൻ ഇങ്ങനെയാട്ടോ മടക്കുന്നത്. അപ്പൊ പെട്ടെന്ന് എല്ലാം മടക്കി ഒതുക്കി കിട്ടും നമുക്ക്. അങ്ങനെ അതെല്ലാം കൊണ്ടുപോയി അകത്തേക്ക് എടുത്തു വെച്ചു. അതിനുശേഷം ഞാൻ മുകൾ ഭാഗം മൊത്തത്തിൽ അടിച്ചു വാരി തുടക്കുകയാണേ. അപ്പൊ ആദ്യം ഈ മുറിയാണ്. ഈ മുറിയിൽ ശരിക്കും പണ്ട് ഇവരുടെ അമ്മ കിടന്നിരുന്ന മുറിയാണിത്. അപ്പം സിസ്റ്റേഴ്സൊക്കെ അപ്പൊ അവര് ഇല്ലല്ലോ. അപ്പൊ നമ്മൾ എന്താ ചെയ്യുക, ആ റൂമിലാണ് നമ്മൾ സാധനങ്ങളൊക്കെ, അതായത് ഡ്രസ്സുകളൊക്കെ ഉണക്കാനിടുന്നതും ഒക്കെ ആ റൂമിലാണ്. പിന്നീട് വേറൊരു റൂമുണ്ട്, അവിടെ നമ്മൾ കിടക്കാനൊക്കെ ആയിട്ട് നമ്മൾ ഉപയോഗിക്കും. മുകളിൽ 2 ബെഡ്റൂമാണുള്ളത്. അപ്പൊ ഞാൻ ഇതാ നമ്മുടെ ബാൽക്കണി ഒന്ന് അടിച്ചു വാരി വൃത്തിയാക്കിയിട്ട്, ഇവിടെ പണ്ട് നമ്മുടെ സരമ ഇവിടെയാണ് കേട്ടോ കിടന്നിരുന്നത്. അവളുടെ വീടായിരുന്നു അത്. മുകളില് അവൾ അവിടെയാണ് കിടന്നിരുന്നത്. പിന്നെ ഞാൻ ഇവിടെ നമ്മുടെ എല്ലാ ചെടികളുടെയും കടക്കില് ചവറൊക്കെ ഇങ്ങനെ അടിഞ്ഞുകൂടി കിടക്കുക ഈ മഴ പെയ്തപ്പോഴേ. അപ്പൊ പറ്റാവുന്നതൊക്കെ ഈ ചൂലുകൊണ്ട് അടിച്ചിട്ട് കിട്ടുമൊന്നുമില്ല, എന്നാലും എന്നെ കൊണ്ട് പറ്റാവുന്നതൊക്കെ ഒന്ന് അടിച്ചൊന്ന് കൂട്ടി വെച്ച് കളഞ്ഞൂട്ടാ. അല്ലെങ്കിൽ പിന്നെയും കൂടി കിടക്കൂല. എനിക്കിത് കണ്ടിട്ടേ ഭയങ്കര ഒരു അസ്വസ്ഥതയായിരുന്നു. അതുകൊണ്ടാണ് കേട്ടോ ഞാനിതൊക്കെ തൂക്കിയെടുത്ത് കളഞ്ഞത്. കണ്ടോ, വെയില് ആറി തുടങ്ങി, പടിഞ്ഞാറ് സൂര്യൻ അസ്തമിക്കാറായി തുടങ്ങി. അപ്പോഴാണ് എൻ്റെ പുറപ്പാടുകൾ ഓരോന്നോരോന്നായിട്ട്. ഇനിയിപ്പോ ഈ റൂമിലാണ് നമ്മൾ പിന്നെയും കിടക്കുകയൊക്കെ ചെയ്യാട്ടോ. അങ്ങനെ ഇത് ഇപ്പോൾ ഇനി നമ്മളിനി അടിച്ചു വാരലൊക്കെ കഴിഞ്ഞപ്പോൾ ഇനി തുടയ്ക്കലായി. ലിക്വിഡ് ഒഴിച്ച് നമ്മളിങ്ങനെ തുടയ്ക്കുകയാണ്. അത് ഈ ലിക്വിഡും ഹൈലൈറ്റ് മോളിൽ തന്നെയാണ് നമ്മൾ വാങ്ങിച്ചത്, ലൈസോളിൻ്റെത്. അത് നമ്മളിങ്ങനെ ഒഴിച്ച് നല്ല പോലെ തുടച്ചങ്ങ് വൃത്തിയാക്കി എടുക്കും. അങ്ങനെ ആഴ്ചയിൽ ഒരു ദിവസം മാത്രമാണ് നമ്മൾ മുകൾ ഭാഗം അടിച്ചു വാരി തുടയ്ക്കാറ്. താഴത്തെ എന്നും അടിച്ചു വാരി തുടയ്ക്കും. എന്നിട്ടാണ് ഈ പൊടികളൊക്കെ. അപ്പോൾ ആലോചിച്ച് നോക്കൂ, നമ്മളിങ്ങനെ അടിക്കാതെ തുടയ്ക്കാതെ ഇരുന്നിട്ടൊന്നും കാര്യമൊന്നുമില്ല. നല്ലപോലെ അടിച്ചു വാരി തുടച്ചെടുക്കും. അങ്ങനെ ബെഡ്റൂമും അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ ബാൽക്കണി, നമ്മുടെ മുറി തുടയ്ക്കുകയാണ് കേട്ടോ. അങ്ങനെ വാലൊക്കെ അടിച്ചിട്ട് ഓരോ ഭാഗങ്ങളൊക്കെ ആയിട്ട് തുടച്ച് വൃത്തിയാക്കി ഇറങ്ങി വരികയാണ്. ഈ കോണിയുടെ ഭാഗം തുടയ്ക്കാൻ എനിക്ക് ഇത്തിരി ബുദ്ധിമുട്ടാണ്. നമുക്ക് ഊരിപ്പിഴിയണം, എടുക്കണം. അതിനുശേഷം അവിടെയൊക്കെ തുടച്ച് വൃത്തിയാക്കിയതിന് ശേഷം ഞാൻ വന്നു. അപ്പോൾ അവിടെ സിറ്റ് ഔട്ടിലൊക്കെ നമുക്ക് ഉണങ്ങിയിട്ടുണ്ട്. അപ്പോൾ അവിടെയൊക്കെ ചവിട്ടിയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നതൊക്കെ അതേ സ്ഥാനത്തേക്ക് തന്നെ എടുത്തിട്ടു, വൃത്തിയാക്കി തന്നെ വെച്ചു. നല്ല ഭംഗിയായിരുന്നു കാണാനായിട്ട്. വൃത്തിയായപ്പോൾ നല്ല രസമുണ്ടായിരുന്നു നമുക്ക് വീടൊക്കെ കാണാനായിട്ട്. ഇനി എനിക്ക് താഴത്താണ് അടിച്ചുവാരി തുടയ്ക്കാനുള്ളത്. താഴത്തെ റൂമുകളാണ് അടിച്ചുവാരി തുടയ്ക്കുന്നത്. അപ്പോൾ ഏട്ടൻ വരുമ്പോഴേക്കും അടിച്ചുവാരി ആക്കി കഴിഞ്ഞാൽ ഏട്ടൻ വന്നിട്ട് വിളക്ക് വെക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ ഇപ്പോൾ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതാ ഞാൻ ഇപ്പോൾ ഇവിടെ വന്നപ്പോഴേ എൻ്റെ ചുരിദാർ തന്നെയാണ് ഈ കിടക്കുന്നത്. അപ്പം അതൊക്കെ ഒന്ന് അടക്കി പറക്കി വെച്ചു. തുടയ്ക്കുമ്പോഴേക്കാൾ മുമ്പ് എല്ലാവരുടെയും ഒന്ന് അടക്കി പറക്കി. അപ്പോൾ ഉണങ്ങിയ തുണികളൊക്കെ കൊണ്ടായിരുന്നു. അപ്പം അതിൻ്റെ കൂട്ടത്തിൽ ഇതൊക്കെ എടുത്ത് മാറ്റി വെച്ചു. അപ്പോൾ ഏട്ടൻ്റെ ഡ്രസ്സുകളൊക്കെ ഉണങ്ങിയത് എടുത്തു കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എടുത്ത് വെച്ച് ബെഡൊക്കെ ഒന്ന് ഒഴിവാക്കിയിട്ട് ഇനി തുടച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കുമല്ലോ വീട് കാണാനായിട്ട്. അപ്പം അങ്ങനെ എല്ലാവിടേക്കും ഒന്ന് അടിച്ചു വാരി, താഴത്തു ഭാഗങ്ങളൊക്കെ ഒന്ന് നല്ലപോലെ അടിച്ചു വാരി വൃത്തിയാക്കി വെച്ചു കേട്ടോ. ഇപ്പം ഞാൻ ചെയ്യുന്ന സ്ഥലത്താണ്, ചെരുപ്പുകളൊക്കെ വെക്കുന്ന സ്ഥലമാണ് കേട്ടോ അവിടെയൊക്കെ. അപ്പം ഈ കവറിലിരിക്കുന്നതൊക്കെ വേസ്റ്റ് കവറാണ്. അപ്പം അത് നമുക്ക് കൊണ്ട് കളയണം. അപ്പം വേസ്റ്റിൽ കൊണ്ടിടണം. അപ്പം അങ്ങനെ എല്ലാവരുടെയും അടിച്ചു വാരി വൃത്തിയാക്കി വെക്കുക കേട്ടോ. ഇപ്പം ഞാൻ വിളക്കിലത്തെ എണ്ണ ഉണ്ടല്ലോ എടുത്ത് മാറ്റി വെച്ചിട്ട് ഇതാ വിളക്ക് കഴുകാനായിട്ട് കൊണ്ടുപോയി.
പോവാണ്. അപ്പൊ ഇനി വിളക്കും എല്ലാം നമുക്ക് കഴുകണം. പാത്രങ്ങളൊക്കെ അവിടെ കൂട്ടിയിട്ടിട്ടുണ്ട്. അപ്പൊ അതൊക്കെ നമുക്കൊക്കെ വൃത്തിയാക്കി എടുക്കാനുള്ളതാണ്. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, വേഗം കട്ടിലിന്റെ ചോട്ടിലും എല്ലാവിടെയും ഒന്നും കൂടി ഒന്ന് അടിച്ചു വാരി വൃത്തിയാക്കാണ്. നമ്മൾ എന്നും ചെയ്യുന്നതാണെങ്കിൽ പോലും പൊടികൾ, അത്യാവശ്യം പൊടികളൊക്കെ ഉണ്ടാവും. പണ്ട് സരമ ഈ വീടിനകത്തായിരുന്നു വളർന്നിരുന്നത്. അപ്പം എപ്പോഴും സരമ ഇവിടെ കിടന്ന, ശരിക്കും പറഞ്ഞാൽ അവള് മൂത്രം ഒഴിക്കണതും അപ്പ ഇടുന്നതും ഒക്കെ വീട്ടിലായിരുന്നു. ഞാൻ വരുന്ന സമയത്ത്, കല്യാണം കഴിഞ്ഞ് വരുമ്പോ അകത്ത് തന്നെയായിരുന്നു. എനിക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ ഭയങ്കര പ്രയാസമായിരുന്നു ആ സമയത്തൊക്കെ. ഭയങ്കര സ്മെല്ലും. ഞാൻ ചെറുപ്പം തൊട്ടേ ഇവരെ നായ്ക്കളെയൊന്നും കണ്ടു വളർന്നിട്ടില്ല, തൊട്ടിട്ട് പോലും ഉണ്ടായിരുന്നില്ല. അപ്പൊ അങ്ങനെയുള്ള ഒരു വീട്ടിലേക്കാണ് വന്നത്. അപ്പൊ അതുകൊണ്ട് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ആ സമയത്തൊക്കെ. പിന്നെ ഒരു മാസം ആവുമ്പോഴേക്കൊക്കെ ഞാൻ ഫുള്ള് അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ തുടങ്ങിയിട്ടോ. അങ്ങനെ ഞാൻ ഡൈനിങ് ടേബിൾ ഒക്കെ ഒന്ന് വൃത്തിയാക്കി വെച്ചു. ആവശ്യം എന്നുവെച്ചാൽ ഉച്ചക്കലത്തെ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞതൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ ഞാൻ റെഡിയാക്കി വൃത്തിയാക്കി തുടച്ചെടുത്തു. അപ്പൊ പിന്നെ താഴത്ത് തുടയ്ക്കുമ്പോ ഇനി കരടൊന്നും ഇതാവില്ലല്ലോ. പിന്നെ മേശയുടെ അടിയിലും എല്ലാം കൂടിയും ഞാൻ അടിച്ചു വാരി എടുത്തുട്ടാ. അപ്പോഴാണ് എനിക്ക് തുടയ്ക്കാൻ നിന്ന് കഴിഞ്ഞാൽ എല്ലാം പെട്ടെന്ന് ചെയ്യണം, എല്ലാം കൂടി ഒരുമിച്ച് ചെയ്യണം. അതാണ് എനിക്ക്, അല്ലെങ്കിൽ എനിക്ക് ഒരു സുഖം ഉണ്ടാവില്ല. എനിക്ക് ഓരോ സ്ഥലങ്ങളായിട്ട് അതും ചെയ്യട്ടോ, ഓരോ ഭാഗങ്ങളായിട്ട് അത് മാറാല തട്ടലും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഒരു റൂം മാത്രമായിട്ട് അങ്ങനെയൊക്കെ ചെയ്യും. പക്ഷെ തുടച്ചെടുക്കുക എന്നുള്ളത് എല്ലാവരും ഒരുമിച്ച് തന്നെ ഞാൻ തുടച്ചെടുക്കും. ഇപ്പൊ ഞാൻ ബെഡ്റൂമൊക്കെ തുടയ്ക്കുകയാണ് കേട്ടോ. പെട്ടെന്ന് അത് കട്ടിലിന്റെ ഉള്ളിലൊക്കെ തുടയ്ക്കും. അപ്പോഴാണ് ആ പൊടികളും അല്ലെങ്കിൽ ആ പൊടികളൊക്കെ ഇവിടെ കൂടി കിടന്ന് നമുക്കൊരു അസ്വസ്ഥതയായിരിക്കും പിന്നെ എപ്പോഴും. അപ്പൊ പിന്നെ നമ്മളിവിടെയൊക്കെ തുടച്ച് വൃത്തിയാക്കി അങ്ങനെ ഈ റൂമിലും എല്ലാം കൂടി തുടയ്ക്കുക. എന്താ പറയാ, നമ്മൾ എപ്പോഴും വിചാരിക്കും നീറ്റായിട്ട് ഇരിക്കും, നീറ്റായിട്ട് തന്നെയാണ് വീട് ഇരിക്കുന്നത് കേട്ടോ. പക്ഷെ നമുക്ക് കാണുമ്പോ എനിക്കിപ്പോ ഇതില് കാണുമ്പോൾ എനിക്ക് തോന്നും, അയ്യോ എന്താ ഭയങ്കര പൊടിയാണല്ലോ. ഇല്ലല്ലോ, അത്യാവശ്യം നമ്മൾ നല്ല രീതിയിൽ തന്നെ വൃത്തിയാക്കുന്നുണ്ട്. പിന്നെ വരുന്ന പൊടികളാണല്ലോ എല്ലാം. എപ്പോഴും തുടച്ചുകൊണ്ടിരിക്കൊന്നുമില്ല. ഒരു ദിവസം 2 നേരം തുടയ്ക്കുകയുള്ളൂ, അല്ലാതെ കൂടുതലൊന്നും ഞാൻ ചെയ്യാറില്ല കേട്ടോ. അങ്ങനെ പാത്രങ്ങളൊക്കെ കഴുകാന്ന് വിചാരിച്ചു. പാത്രങ്ങൾ കുന്നുകൂട്ടി വെച്ചിരിക്കുകയാണ് ഞാൻ തന്നെ. അപ്പൊ എല്ലാം കൂടി വേഗം പാത്രങ്ങൾ കഴുകണം. ഇതിങ്ങനെ കാണുമ്പോ എന്തൊരു സ്പീഡില് ഞാനത് കുറെ സമയം എടുത്തിട്ടാണ് കേട്ടോ ഇതൊക്കെ ചെയ്തത്. ശരിക്കും പറഞ്ഞാ ഞാൻ വയ്യാതെയായി പോയി. അപ്പം തീരെ വയ്യാതെയായി പോയി. അത്രയും എനിക്ക് ബുദ്ധിമുട്ടായിരുന്നു പണികളെല്ലാം കഴിഞ്ഞു വന്നപ്പം. അപ്പൊ പാത്രങ്ങൾ കഴുകി നീറ്റാക്കി വെച്ചാലേ അടുക്കള പിന്നെ തുടയ്ക്കാൻ പറ്റുള്ളൂ. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ എല്ലാം കൂടി എന്താ പറയാ വൃത്തിയാക്കി ലാസ്റ്റാണ് കിച്ചണിലേക്ക് എത്തുന്നത്. അപ്പൊ പിന്നെ കുറെ സമയം എടുത്താൽ നമുക്ക് പ്രശ്നമില്ലല്ലോ, അല്ലെങ്കിൽ മറ്റുള്ളതും കൂടി ലേറ്റ് ആയി പോകും. എനിക്കതൊക്കെ ഒരു ബുദ്ധിമുട്ടാണ് അങ്ങനെയൊക്കെ ചെയ്യാനായിട്ട്. അപ്പൊ ഞാൻ ചെയ്തു, കുറച്ച് അരി എടുത്തു കൊണ്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് വെച്ചുട്ടാ. കാരണം ഏട്ടൻ വരുമ്പോ മീൻ കൊണ്ടുവരും. അപ്പൊ ഏട്ടൻ ചോറ് ഉണ്ണാനാണ് ഇഷ്ടം. അപ്പൊ അതുകൊണ്ട് അതിനുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെച്ചതാണ്. അപ്പൊ എല്ലാവരുടെയും ഞാൻ തുടച്ച് വൃത്തിയാക്കി എന്നുവെച്ചാ അപ്പൊ അത് കഴിഞ്ഞിട്ടുള്ള പണികളല്ലേ നമുക്ക് ബാക്കി ചെയ്യേണ്ടുള്ളൂ എന്ന് വെച്ചിട്ടാണ് കേട്ടോ എല്ലാം ചെയ്യുന്നത്. ഇനി ബാക്കി പണികൾ ഇനി കിടക്കാണ്. ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. അപ്പൊ എല്ലാവർക്കും അജിന്ത്യ പ്രിസ ഫാമിലി വ്ലോഗ് സൈനിങ് ഓഫ്. ടാറ്റാ ബൈ. അപ്പൊ ഏട്ട വരുന്നതിനേക്കാൾ മുമ്പുള്ള പണികളൊക്കെ തീർത്ത് വെച്ചു കേട്ടോ. ഞാൻ കൈയോടെ തന്നെ സിങ്കൊക്കെ കഴുകി വൃത്തിയാക്കി വെച്ചു എല്ലാം ട്ടോ. ഇനി നമുക്ക് അടുത്ത വീഡിയോയില് അടുത്ത വിശേഷമായിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ. ടാറ്റാ ബൈ.